നമസ്കാരം. 2025 മെയ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കുറച്ച് നാളുകാർക്ക് ധനപരമായ നേട്ടമുണ്ടാകുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. 2025 മെയ് മാസം 20 എന്ന് പറഞ്ഞാൽ മലയാള തീയതിയിൽ 1200-ാം ആണ്ട് ഇടവമാസം 6-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 30-ാം തീയതിയാണ്. അന്നേ ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:07, അസ്തമയം വൈകുന്നേരം 6:30. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി ബുധനാഴ്ച പുലർച്ചെ 4:56 വരെ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം തിങ്കളാഴ്ച രാത്രി 7:31 ആരംഭിച്ച് ചൊവ്വാഴ്ച രാത്രി 7:34 അവസാനിക്കും. അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. മകരക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം നക്ഷത്ര സമയം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി 7:31 മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:31 വരെയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾ അവിട്ടൻ നക്ഷത്ര ജാതകരാണെന്നും മകരക്കുറുകാരാണെന്നും കുംഭക്കുറുകാരാണെന്നും ഒക്കെ സമയം നോക്കി മനസ്സിലാക്കി എടുക്കുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം അവിട്ടം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. ചൊവ്വാഴ്ച ദിവസം രോഹിണി, മകയിരം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, തിരുവോണം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം രാത്രി 7:34 വരെയുള്ള സമയം നല്ല ജീവിതാനുഭവങ്ങൾ, അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് നല്ല അനുഭവങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. തിങ്കളാഴ്ച രാത്രി 7:31 മുതൽ ചൊവ്വാഴ്ച രാത്രി 7:34 വരെയുള്ള അവിട്ടം നക്ഷത്ര സമയത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും. പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെട്ട് ജീവിതം തകർന്നു പോകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഓരോരുത്തരുടെയും വിവരങ്ങളൊക്കെ അറിയാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രശ്നമുണ്ടാക്കി സ്വയം ജീവിതത്തിൽ നാശം വരുത്തി വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സമയദോഷം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നും, ചോദിക്കണമെന്ന് തോന്നും, ചോദ്യം ചെയ്യണമെന്ന് തോന്നും, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളൊക്കെ മനസ്സിലുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ആ മനസ്സിൻ്റെ ചിന്താഗതികൾക്ക് അടിമപ്പെടാതെ പ്രതികൂലമായ സമയമാണ് ഇന്നത്തെ ദിവസം, എനിക്ക് അനുകൂലമല്ല, ഞാൻ പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്നുള്ളൊരു ചിന്തയോടുകൂടി രക്ഷപ്പെടാൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടാൽ ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓരോരുത്തരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഞാനും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അനുഭവം കൊണ്ടാണ് ഞാനും ഇതൊക്കെ ദിവസവും പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ചിന്തയിൽ വരുന്ന ഒരു തെറ്റായ ചിന്ത കൊണ്ടാണ് നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ജ്യോതിഷപ്രകാരം പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം എന്നീ നാളുകാരെ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനിയും ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ശുഭസമയം നോക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 3:07 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് എന്നും നിലനിൽക്കുന്ന ജ്യോതിഷമെന്ന് പറയുന്ന ശാസ്ത്രം അനുശാസിക്കുന്നു. അപ്പോൾ വിശ്വാസത്തോടുകൂടി ഈ ശുഭസമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ
ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുപോയാൽ അതും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നല്ലൊരു കമൻറ്റും രേഖപ്പെടുത്തിയാൽ മഹാദേവൻ്റെ അനുഗ്രഹവും തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 20 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പരിഹാരം പറയുന്നു: പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അപ്രകാരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചൊവ്വാഴ്ച ദിവസം അവിട്ട നക്ഷത്രം സ്വാധീനിച്ച് ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നതിനെക്കുറിച്ച് പറയുന്നു. തിരുവോണം, മകയിരം, പൂയം, ഭരണി, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകും. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ധനപരമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നും അറിഞ്ഞുകൊള്ളുക. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്